നമ്മൾ പറയുന്നത് ഉണ്ണിക്കണ്ണൻ്റെ കഥകളാണ്. അതിൽ പൂതനാമോക്ഷമാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ദിവസം കംസൻ നിയോഗിച്ചിരുന്ന പൂതന എന്ന മായാമോഹിനി ഗോപകവാടത്തിലും വന്നു ചേർന്നു. ഒരു സുന്ദരിയുടെ വേഷത്തിൽ വീട് വീടാന്തോറും കയറിയിറങ്ങി ശിശുക്കളെ വിഷം പുരട്ടിയ മുലയൂട്ടി കൊല്ലുകയായിരുന്നു അവളുടെ തൊഴിൽ. നന്ദഗോപൻ്റെ ഭവനത്തിലും അവളെത്തി. വലിയ വാത്സല്യഭാവത്തിൽ അവൾ കൃഷ്ണനെ എടുത്തു മുല കൊടുക്കുവാൻ തുടങ്ങി. ആദ്യം ആരും അത് കണ്ടില്ല. കൃഷ്ണൻ അവളുടെ മുല വലിച്ചു കുടിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. അസാധാരണമായ ഒരു ശിശുവാണിതെന്ന് ബോധ്യമാവുകയും ചെയ്തു. എന്ത് ചെയ്തിട്ടും കുഞ്ഞിനെ മുലയിൽ നിന്ന് വേർപെടുത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. കൃഷ്ണൻ അവളുടെ പ്രാണനെ കൂടി വലിച്ചു കുടിക്കുകയായിരുന്നു. അവസാനം ഭീകരമായ ഒരു അലർച്ചയോടുകൂടി ഒരു പർവ്വതം പോലെ അവൾ മലർന്നു വീണു. അലർച്ച കേട്ട് യശോദയും ഗോപസ്ത്രീകളും ഓടിയെത്തി. ഒരു രാക്ഷസി മലർന്നു കിടന്ന് കൈകാലുകളിട്ടടിച്ച് പ്രാണപരാക്രമം കാണിക്കുന്നതും അവരുടെ അരുമ കുഞ്ഞ് അവരുടെ മാറിൽ കമിഴ്ന്നു കിടന്ന് മുഷ്ടിപ്രകരം നടത്തുന്നതുമായ ഭയങ്കരമായ കാഴ്ചയാണ് അവർ കണ്ടത്. അവർ ഉടനെ കുഞ്ഞിനെ കടന്നെടുത്തു. പൂതന അവളുടെ യഥാർത്ഥ രൂപത്തിൽ ചത്തുമലർന്നു. അങ്ങനെ കംസൻ്റെ ആ പ്രയത്നവും പരാജയപ്പെട്ടു. അത്ഭുതകരമായ ഈ സംഭവം കണ്ടതു മുതൽ കൃഷ്ണൻ അസാമാന്യ സിദ്ധികളുള്ള ഒരു ശിശുവാണെന്ന് പ്രജാവാസികൾക്കെല്ലാം ബോധ്യമായി. എല്ലാവർക്കും അവനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ വളരെ വർദ്ധിച്ചു. ഒരു ദിവസം യശോദ ഉണ്ണികളെ ഉറക്കിക്കിടത്തിയിട്ട് ഏതോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഏതാനും ബാലന്മാർ ആ സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ കംസൻ നിയോഗിച്ചിരുന്ന മറ്റൊരു മായാവി ഉണ്ണിയുടെ അടുത്ത് കിടന്നിരുന്ന ഒരു ചാടിൽ ആവേശിച്ച് തനിയെ ഉരുണ്ടുരുണ്ട് കൃഷ്ണനെ നേർക്ക് ചെന്നു. കൃഷ്ണൻ കാലുകൊണ്ടടിച്ച് ആ ചാട് ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. അടുത്തു നിന്നിരുന്ന മറ്റു കുട്ടികൾ അത് കണ്ട് അത്ഭുതസ്തബ്ധരായി. അവിടുത്തെ ബഹളം കേട്ട് യശോദയും കൂട്ടരും ഓടിയെത്തി. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അത് കണ്ടുനിന്ന ബാലന്മാർ വിസ്തരിച്ചു. എല്ലാവർക്കും വലിയ അത്ഭുതവും ഭയവുമായി. അടുത്തുണ്ടായ ഈ രണ്ട് സംഭവങ്ങളും നന്ദഗോപനെ അത്യധികം പരിഭ്രാന്തനാക്കി തീർത്തു. മാന്ത്രികരെ വരുത്തി ഈ മാതിരിയുള്ള ബാലപീഡകളും ഉപദ്രവങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി മന്ത്രവാദങ്ങളും മറ്റു കർമ്മങ്ങളുമെല്ലാം ചെയ്യിച്ചു. ഒരു ദിവസം തൃണാവർത്തൻ എന്ന മറ്റൊരു അസുരൻ കാറ്റായി ചമഞ്ഞ് ഗോകുലത്തിൽ വന്നു. യശോദ കുഞ്ഞിനെ ഒക്കത്തിരുത്തി ചോറ് കൊടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് കുഞ്ഞിനെ കനം കൂടി വന്ന് ഒക്കത്ത് കഴക്കിയാൽ കിടക്കയിൽ കിടത്താമെന്ന് കരുതി കൊണ്ടുപോകുമ്പോൾ നടക്കാൻ നിവൃത്തിയില്ലാത്ത വിധം അവളുടെ കൈകാലുകൾ കുഴയുന്നതായി നിലത്ത് തന്നെ ഇരുന്നു. കുഞ്ഞിനെ താഴെ കിടത്തിയിട്ട് യശോദ കൈ കഴുകാൻ പോയി. തൽക്ഷണം കാറ്റായി വന്ന തൃണാവർത്തൻ കുഞ്ഞിനെ പൊക്കിയെടുത്തുകൊണ്ട് മേലോട്ടുയർന്നു. കൃഷ്ണൻ ആകാശത്തേക്ക് ഉയർന്നുയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റിൻ്റെ പെട്ടെന്നുണ്ടായ ഉഗ്രമായ ഇരമ്പൽ കേട്ട് പരിഭ്രമിച്ച് യശോദയും നന്ദനും മറ്റുള്ളവരുമെല്ലാം ഉണ്ണിക്ക് വല്ലതും പറ്റിയോ എന്ന് അറിയാൻ ഓടി വന്നു. എന്തൊരത്ഭുതം! ഉണ്ണിയെ കിടത്തിയ സ്ഥലത്ത് കാണുന്നില്ല. പെട്ടെന്നുണ്ടായ ചുഴലിയും കൊടുങ്കാറ്റും ഗോപ കവാടത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചു. ഉണ്ണിക്കണ്ണനെ മേലോട്ട് വഹിച്ചു കൊണ്ടുപോയ തൃണാവർത്തനെ കണ്ണൻ്റെ ഭാരം വഹിക്കാനാവാതായി തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ഭാരം കൈയൊഴിക്കാനായിരുന്നു അയാളുടെ യത്നം മുഴുവൻ. ആവുന്നത്ര നോക്കിയിട്ടും സാധിച്ചില്ല. ഉണ്ണിക്കണ്ണൻ തൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് അസുരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഞെക്കിത്തുടങ്ങി. ഒടുവിൽ അവൻ രണ്ട് കണ്ണും തള്ളി ചത്തുമലച്ച് താഴെ വീണു. കഴുത്തിലെ പിടിവിടാതെ ഉണ്ണികൃഷ്ണൻ അവനെ മാറോട് പറ്റിച്ചേർന്നിരുന്നു. ഗോപിമാരോടി വന്ന് ഉണ്ണിയെ മാറി മാറിയെടുത്ത് യശോദയുടെ കയ്യിൽ കൊടുത്തു. ആ സംഭവം കൂടിയായപ്പോൾ എല്ലാവരുടെയും ഭീതിയും അത്ഭുതവും പൂർവാധികം വർദ്ധിച്ചു.